إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പുണ്യങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന റമളാനിന്റെ ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ്. റമളാൻ നമ്മുടെ പാപങ്ങളെ, പാപക്കറകളെ കരിച്ചുകളയാനുള്ള മാസമാണ്. റമളാൻ എന്ന അറബി പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലെ ഒരർത്ഥം ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ കരിച്ചു കളയുക എന്നാണ്. അഥവാ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മകളെയും പാപക്കറകളെയും ശുദ്ധീകരിക്കാനുള്ള മാസമാണ് യഥാർത്ഥത്തിൽ റമളാൻ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ ഈ റമളാൻ സമാഗതമായപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ആവർത്തിച്ച് കേട്ട ഹദീസ് കൂടിയാണ്. മൻ സാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന. ആരെങ്കിലും വിശുദ്ധ റമളാനിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടി വിശ്വാസത്തോടെ നോമ്പ് നോറ്റാൽ അവന്റെ കഴിഞ്ഞുപോയ, അവന്റെ ആയുസ്സിൽ കഴിഞ്ഞുപോയ എല്ലാവിധ തിന്മകളെയും
ആ നോമ്പ് കൊണ്ട് അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമെന്ന്. വേറൊരു ഹദീസിൽ പരിചയപ്പെടുത്തിയത് ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ വിശ്വാസികളായ നമസ്കാരത്തെയും ജുമുഅയെയും റമളാനിനെയും നന്നായി ഉപയോഗപ്പെടുത്തുന്നവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന്. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ 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 എന്ന് പറഞ്ഞു. പ്രസംഗത്തിന് ശേഷം സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ പറയുന്നതായി ഞങ്ങൾ കേട്ടല്ലോ, എന്താണ് അതിന് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിലേക്ക് കയറുമ്പോൾ എന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹാജരായി. എന്നിട്ട് 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് ഞാൻ ആമീൻ പറഞ്ഞതാണ്. സഹാബത്ത് വീണ്ടും ചോദിക്കണം, പ്രവാചകരെ, എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്? ആദ്യമായി പ്രാർത്ഥിച്ചത് എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ നാശമടയട്ടെ, ഞാൻ അതിന് ആമീൻ പറഞ്ഞു. രണ്ടാമതായി പ്രാർത്ഥിച്ചത് മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവരെ പരിപാലിക്കാതെ, മാതാപിതാക്കളെ പരിപാലിക്കുന്നവർക്ക് സ്വർഗമാണ് പ്രതിഫലം. മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവരെ പരിപാലിക്കാതെ സ്വർഗം നഷ്ടമാകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നാശമടയട്ടെ, ഞാൻ അതിന് ആമീൻ പറഞ്ഞു. മൂന്നാമതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഒരു റമളാൻ വന്ന് കിട്ടിയിട്ട് ആ റമളാൻ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ കഴിഞ്ഞു പോകും, അങ്ങനെയുള്ള ആളുകൾ നാശമടയട്ടെ, ഞാൻ അതിന് ആമീൻ പറഞ്ഞു എന്ന് സൂചിപ്പിച്ചു വന്നത്. റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവിധ തിന്മകളെയും നമ്മുടെ ആയുസ്സിൽ സംഭവിച്ച അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയ തിന്മകളെ കരിച്ചു കളയാനുള്ള സുവർണ അവസരമാണ് യഥാർത്ഥത്തിൽ റമളാൻ എന്ന് പറഞ്ഞാൽ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തിന്മകൾ ചെയ്യുന്നവരാണ്, പാപങ്ങൾ സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവുകയില്ല. എല്ലാ ആളുകളും ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ തിന്മകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. നാം ജീവിക്കുന്ന അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തിന്മകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തെറ്റുപറ്റുമ്പോൾ അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ്. അങ്ങനെ ഖേദിച്ചു മടങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മളൊക്കെ ഒരുപാട് തവണ പല പ്രസംഗങ്ങളിലൂടെയും അതേപോലെ തന്നെ എഴുത്തുകളിലൂടെയും വായിച്ച് ശീലിച്ച 2 പദങ്ങളാണ് തൗബ, അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ എന്നുള്ളത്. വിശുദ്ധ ഖുർആനും ഹദീസുകളും ഈ 2 പദങ്ങളെ ഏകദേശം ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുക, പാപമോചനത്തെ തേടുക എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. എത്ര തിന്മ ചെയ്താലും നമുക്ക് മാനസാന്തരമുണ്ടായി, അങ്ങനെ പറഞ്ഞാൽ ചെയ്തത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് തൗബയുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കും. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അയാള് 99 ആളെ വധിച്ചിട്ടുണ്ടെന്ന്, ചെയ്തത് തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാൾക്ക് തൗബ ചെയ്യണം എന്ന ബോധ്യമുണ്ടായപ്പോൾ 99 ആളെ വധിച്ചവനും അല്ലാഹു തആല പുറത്തു കൊടുത്തു. അത്രത്തോളം വിശാലമാണ് അല്ലാഹുവിന്റെ കാരുണ്യം. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പഠിച്ചവരാണ്. അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. അതിലെ ഒരു പേര് എന്ന് പറഞ്ഞാൽ ഗഫൂർ എന്നാണ്. എന്താണ് ആ പദത്തിന്റെ അർത്ഥം? അങ്ങേയറ്റം പൊറുക്കുന്നവൻ. ഒരു അടിമ എത്ര തിന്മ ചെയ്താലും ചെയ്തത് പാപമാണ് എന്ന് അവന് കുറ്റബോധമുണ്ടായാൽ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുന്നു. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു മലയോളം അല്ലെങ്കിൽ ഒരു കടലോളം വലുപ്പം തിന്മയുമായി ഒരു അടിമ അല്ലാഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് അയാൾക്ക് അയാളുടെ തിന്മകളെല്ലാം
തൗബ ചെയ്തുകൊണ്ട് മടങ്ങാൻ വേണ്ടി അയാൾ ഉദ്ദേശിച്ചാൽ റബ്ബ് അയാൾക്ക് പുറത്തു കൊടുക്കുന്ന. ആയിഷ ബീവി സംശയത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, പ്രവാചകരെ, ഒരു മലയോളം തിന്മണ്ടെങ്കിലും പുറത്തു കൊടുക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, അള്ളാഹുവിന്റെ കാരുണ്യം അത്രത്തോളം വിശാലമാണ് എന്ന്. നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തിന്മ ചെയ്താൽ അള്ളാഹുവിന്റെ ശിക്ഷ അപ്പോ തന്നെ നടപ്പിലാവുകയാണ് എങ്കിൽ ഈ ഭൂമി ലോകത്ത് ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. അത്രത്തോളം വിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരടിമ തൗബ ചെയ്യ, ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഭയങ്കരമായ സന്തോഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു രസകരമായ ഒരു ഉപമയിലൂടെ നമുക്ക് വിശദീകരിച്ചു. ഒരു മനുഷ്യൻ, അയാള് മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോവുകയാണ്. അയാൾക്ക് കുടിക്കാനുള്ള പാനീയം, മരുഭൂമി ഞാൻ വിശദീകരിക്കേണ്ടതില്ല, അയാൾക്ക് കുടിക്കാനുള്ള പാനീയം, ധരിക്കാനുള്ള വസ്ത്രം, കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം ഈ ഒട്ടകപ്പുറത്താണ്. അറ്റമില്ലാത്ത മരുഭൂമിയിലൂടെ ഈ മനുഷ്യൻ ഈ ഒട്ടകത്തെ മേച്ചുകൊണ്ട് അങ്ങനെ പോയി. അങ്ങനെ ക്ഷീണിച്ച് അവശനായി ഒരു സ്ഥലത്ത് അരങ്ങിപ്പോയി. അങ്ങനെ അദ്ദേഹം ഉറങ്ങി എണീറ്റപ്പോൾ തന്റെ ഒട്ടകത്തെ കാണാനില്ല. തനിക്ക് കുടിക്കാനുള്ള പാനീയം, ധരിക്കാനുള്ള വസ്ത്രം, കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം ആ ഒട്ടകപ്പുറത്താണ്. അറ്റമില്ലാത്ത ചുറ്റുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഈ ഒട്ടകത്തെ അന്വേഷിച്ചുകൊണ്ട് ഈ മനുഷ്യനെ അലയുകയാണ്. അങ്ങനെ ക്ഷീണിച്ച് അവശനായി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ ഏതൊരൊട്ടകത്തെയാണോ അന്വേഷിച്ചത് ആ ഒട്ടകമതാ അയാളുടെ മുമ്പിൽ നിൽക്കുന്നു. അയാളുടെ സന്തോഷം എത്രയായിരിക്കും! ആ രൂപത്തിലുള്ള സന്തോഷമാണ് അല്ലാഹുവിന് ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ, ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. തെറ്റുപറ്റിയാൽ ഖേദിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കൂട്ടത്തിൽ പല വയസ്സിലുള്ള ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ എത്ര തിന്മകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും. ഈ റമളാനിനെ സാക്ഷി നിർത്തി നമ്മളൊന്ന് പരിശോധിച്ചു. അതിൽ മഹാപാപങ്ങൾ ഉണ്ടാകും, അള്ളാഹു വിലക്കിയ ഹറാമുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ചെറുതും വലുതുമായ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഈ പാപക്കറകളുമായി റബ്ബിന്റെ അടുക്കലേക്ക് പോകാൻ നമുക്ക് കഴിയുകയില്ല. ഈ റമളാൻ കൊണ്ട് ആ തിന്മകളെ മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചത്. റമളാനിൽ ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ നോമ്പൊക്കെ അങ്ങനെയാണ്, അങ്ങനെ ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല അയാൾക്ക് കഴുകിക്കളയുമെന്ന്. അത് ഈ റമളാനിലൂടെ സാധ്യമാകാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അത് ഏതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. തൗബ എന്ന് പറഞ്ഞാൽ ഒരു തിന്മയിൽ നിന്ന് പൂർണ്ണമായിട്ട് മടങ്ങി പിന്നീട് അതിലേക്ക് പോകാൻ പാടില്ല. നമ്മളൊരു തിന്മ ചെയ്യുക, എന്നിട്ട് തൗബ ചെയ്യുക, വീണ്ടും ആ തിന്മ ആവർത്തിക്കരുത്. അങ്ങനെയുള്ള തൗബകൾ, ഇസ്തിഗ്ഫാറുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഒരു ഹറാമ് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിനെ മാറ്റി നിർത്താൻ, പിന്നീട് അതിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ നമ്മുടെ ഇസ്തിഗ്ഫാർ കൊണ്ട്, തൗബ കൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ, നമ്മളൊക്കെ പലപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ആ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ഹലാലായിരിക്കും. ഹറാമിലൂടെ ജീവിക്കുന്ന ആളുകളുടെ തൗബയും ഇസ്തിഗ്ഫാറും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നമ്മുടെ സമ്പാദ്യം, അതേപോലെ നമ്മുടെ ജീവിതം, നാം ബന്ധപ്പെടുന്ന മേഖലകളൊക്കെ ഹലാലായതായിരിക്കും. ഹറാമായ മാർഗത്തിലൂടെ ജീവിക്കുന്നവരുടെ തൗബയെ, ഇസ്തിഗ്ഫാറിനെയും പ്രാർത്ഥനയെയും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്നാണ്. ഒരുപാട് ആയത്തുകൾ, ഹദീസുകൾ തൗബയെ, ഇസ്തിഗ്ഫാറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും,
നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തെ തേടുക. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. വസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനത്തെ തേടുക. ഫഇന്നി അതൂബു ഫീ യൗമിൻ മിഅത മറ, ഞാൻ തന്നെ ഒരു ദിവസം അല്ലാഹുവിനോട് 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. ആരെങ്കിലും അല്ലാഹുവിനോട് തൗബ ചോദിച്ചാൽ, തൗബ തേടിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അവന്റെ എല്ലാവിധ തിന്മകളെയും അല്ലാഹു തആല നന്മകളാക്കി മാറ്റുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഇല്ലാ മൻ താബ വഅമില അമലൻ സാലിഹ, ആരെങ്കിലും തൗബ ചെയ്യുകയും അതിനെ തുടർന്ന് സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അല്ലാഹു തആല നന്മകളാക്കി കൊടുക്കുന്നു. നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളെയും അല്ലാഹു നേരെ നന്മകളാക്കി പകരമാക്കി നൽകുന്നു. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും നമ്മളോട് കരുണ ചെയ്യുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായിക്കൊണ്ട് അല്ലാഹു തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വിശുദ്ധ റമളാനിൽ നമ്മൾ നോമ്പ് നോറ്റ് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അല്പസമയം ഇസ്തിഗ്ഫാറിന് വേണ്ടി, തൗബക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ പാപക്കറകളെ, നമ്മുടെ തിന്മകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങാൻ നമുക്ക് സാധിക്കണം. തിന്മകളുമായി ഒരിക്കലും നമ്മൾ മരണപ്പെട്ടു പോകാൻ പാടില്ല. തിന്മ എന്ന് പറഞ്ഞാൽ, പാപക്കറകൾ എന്ന് പറഞ്ഞാൽ, ഒരാൾ തിന്മയിൽ അങ്ങനെ ജീവിച്ചാൽ അയാൾക്ക് ഇൽമു തടയപ്പെടുന്ന ഒരറിവും, നല്ല ഒരറിവും അയാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ ഉസ്താദിനോട് പറയും, ഞാൻ പഠിച്ച ഇൽമുകളൊന്നും എന്റെ മനസ്സിൽ കൃത്യമായി നിലനിൽക്കുന്നില്ല. ഈ സമയത്ത് ഇമാം ഷാഫിഈയുടെ ഉസ്താദ് പറഞ്ഞത്, നീ നിന്റെ ജീവിതത്തിൽ പാപങ്ങളെ ഒഴിവാക്കുക. പാപങ്ങളെ ഒഴിവാക്കിയാല് നന്മകൾ മനസ്സിൽ നിൽക്കും. അതേപോലെ തന്നെ ഒരാൾ തിന്മയിൽ ഇങ്ങനെ ജീവിച്ചാൽ അയാൾക്ക് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടുന്നു. നിസ്കരിക്കാൻ തോന്നൂല, നോമ്പ് നോൽക്കാൻ തോന്നൂല, ഒരു നന്മയും അയാളുടെ മനസ്സിലേക്ക് പ്രവേശിക്കും. ഒരാൾ ഹറാം ഇങ്ങനെ ജീവിക്കും, എന്നും എല്ലാ ദിവസവും ഒരേ തിന്മകൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്, അയാളുടെ ജീവിതത്തിൽ മനസ്സിലേക്ക് നന്മകൾ പ്രവേശിക്കൂല. മാത്രവുമല്ല, ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടും. ഒരാൾ തൗബയൊന്നും ചെയ്യുന്നില്ല, ഇസ്തിഗ്ഫാറൊന്നും നടത്തുന്നില്ല, അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അയാളുടെ ജീവിതത്തിൽ ഒരു ബർക്കത്തുണ്ടാവില്ല. ചില ആളുകളെ പറ്റി പറയും, അയാൾക്ക് ഒരു കുറച്ച് സാലറിയെ കിട്ടുന്നു, പക്ഷെ അയാൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. മറ്റാൾക്ക് ഒരുപാട് സമ്പാദ്യം, ഒരു ബർക്കത്തും അയാളുടെ ജീവിതത്തിൽ കാണുന്നില്ല. നമ്മളൊക്കെ പറയുന്ന സംസാരങ്ങൾ, ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഒരു ഐശ്വര്യമുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. മാത്രമല്ല, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും. നമ്മുടെ ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടങ്ങൾ എല്ലാം റബ്ബിന്റെ അനുഗ്രഹങ്ങളാണ്. റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് സമ്മാനിച്ച അനുഗ്രഹങ്ങളൊന്ന് ആലോചിച്ചു, എത്ര ഉണ്ടാകും അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ പാപങ്ങൾ ചെയ്യുക നിമിത്തം നീങ്ങിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. ഒരാള് തിന്മയിൽ അങ്ങനെ ജീവിച്ചാൽ അയാളുടെ മരണം സൂഉൽ ഖാത്തിമ എന്ന, അതായത് പൈശാചികപരമായ രൂപത്തിലുള്ള മരണമായിരിക്കും അയാൾക്ക് സംഭവിക്കുക. ഇത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എത്ര തിന്മകൾ ഉണ്ടാകും. നമ്മൾ നാവ് കൊണ്ട് പ്രവർത്തിക്കുന്ന തിന്മകളുണ്ടാവും, ലൈംഗിക അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ഓരോ അവയവങ്ങൾ ചെയ്ത തിന്മകൾ. ഈ തിന്മകളെല്ലാം അതിൽ ചെറുതുണ്ടാകും, വലുതുണ്ടാകും. സഹോദരങ്ങളെ, നമ്മുടെ തിന്മകളെ പറ്റി, നമ്മുടെ പാപങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് നമുക്ക് മാത്രമാണ്. ആ തിന്മകളെല്ലാം
ഈ റമളാൻ കൊണ്ട് നമുക്ക് കഴുകിക്കളയാൻ, മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കും. റമളാൻ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ പദപ്രയോഗം തന്നെ നമ്മുടെ സമ്പത്തിനെയും ശരീരത്തിനെയും നമ്മുടെ ആത്മാവിനെയും ആത്മീയമായും നമ്മൾ ശുദ്ധീകരിക്കേണ്ട ഒരു മാസമാണ് റമളാൻ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ഒരു റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, പലപ്പോഴും നമ്മളൊക്കെ പ്രസംഗങ്ങളിൽ പറയുന്നത്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, കുടുംബക്കാർ, കൂട്ടുകാർ, ഇന്നവർ മണ്ണിനടിയിലാണ്. അടുത്ത റമളാൻ, അടുത്ത ജനുവരിയിൽ റമളാൻ സമാഗതമാകുമ്പോൾ ഇതുപോലെ ഈ റമളാനിൽ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധ്യമാകുമോ? ഒരു ഉറപ്പും നമുക്ക് പറയുവാൻ സാധിക്കും. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും അവസാനത്തെ നോമ്പായിരിക്കാം ഇത്. ഈ റമളാൻ കൊണ്ട് നമ്മുടെ എല്ലാവിധ തിന്മകളെയും പാപങ്ങളെയും കരിച്ചു കളയാൻ നമുക്ക് സാധിക്കും. പിന്നീട് ആ തിന്മകളിലേക്ക്, ആ വലിയ ഹറാമുകളിലേക്ക്, പാപങ്ങളിലേക്ക് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ പോകാൻ പാടില്ല. ആ രൂപത്തിൽ ഈ റമളാനിനെ പാപമോചനത്തിനും ഇസ്തിഗ്ഫാറിനും വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസം കൂടിയാണ്. മറ്റു മാസങ്ങളിൽ നിന്ന്, ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ നന്മക്ക് പോലും അള്ളാഹുവിന്റെ അടുക്കൽ ഇരട്ടിയാണ് പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റമളാനിൽ ധാരാളക്കണക്കിന് നന്മകൾ, സാധ്യമാകുന്ന അത്ര നന്മകൾ വാരിക്കൂട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചില നന്മകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ഒന്ന്, നമ്മൾ എണീച്ചത് മുതൽ സുബ്ഹി നമസ്കാരം. സുബ്ഹി നമസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നിർവഹിക്കലാണ് ഏറ്റവും അഭികാമ്യം. സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ ഉപേക്ഷിച്ചിട്ടില്ല. അഥവാ ഒരു ഫർള് നിസ്കാരം പോലെ ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തെ കൊണ്ടു നടന്നിരുന്നു. അതേപോലെ തന്നെ സുബ്ഹി നമസ്കാരം, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ആ ഒരു സമയമുണ്ടാവും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറയില്ലാതെ സ്വീകരിക്കും എന്ന് പറഞ്ഞൊരു സമയം. ആ സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. സുബ്ഹി നമസ്കാര ശേഷം, ഓരോ ഫർള് നമസ്കാര ശേഷവും ധാരാളക്കണക്കിന് ദിക്റുകൾ നമ്മളൊക്കെ മനഃപ്പാടമാക്കിയവരാണ്, അതെല്ലാം ചൊല്ലാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചൊല്ലിയിരുന്ന അദ്കാറുൽ സ്വബാഹ് എന്ന് പറഞ്ഞിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ നെറ്റിലൊക്കെ സുലഭമാണ്, നമ്മളിങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അതൊക്കെ ചൊല്ലാൻ. അതേപോലെ രാവിലെ 10 വീതം സ്വലാത്ത് ചൊല്ലിയിരുന്നു. സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ചൊല്ലിയിരുന്നു. ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് പ്രഭാതത്തിൽ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകളുണ്ട്. അതൊക്കെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അതേപോലെ തന്നെ റമളാനിലും അല്ലാത്ത സമയങ്ങളിലും നമ്മുടെ സംസാരങ്ങളിലൊക്കെ പരമാവധി അള്ളാഹുവിന്റെ സ്മരണകൾ നിലനിർത്തും. നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഒരു അത്ഭുതം, ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടാൽ മാഷാ അല്ലാഹ് എന്ന് പറയും. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയും. നമ്മളൊരു കാര്യം ഏൽക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയും, സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അപകടങ്ങൾ കാണുമ്പോൾ, മരണവാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇങ്ങനെയുള്ള അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരുപാട് അറബി വാചകങ്ങൾ, നമുക്കൊക്കെ പുണ്യം ലഭിക്കുന്ന, ഒരാൾ ഒരു പ്രതിഫലം നൽകിയാൽ ജസാക്കുമുല്ലാഹ് എന്ന് പറയാം. ഇങ്ങനത്തെ ഒരുപാട് അറബി വാചകങ്ങളൊക്കെ നമ്മുടെ സംസാരങ്ങളിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ ഒരു അല്പസമയത്തിന് ശേഷം, ഒരു ഇളയുച്ച നേരം എന്ന് പറയാം, ഒരു ഇളം ചൂടുള്ള സമയത്ത് ദുഹാ നമസ്കാരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ എപ്പോഴും നിർവഹിച്ചിരുന്ന, നിസ്കരിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തന്റെ ജീവിതത്തിൽ പതിവാക്കാൻ കഴിയുന്ന ഒരു നമസ്കാരം കൂടിയാണ്. കുറഞ്ഞത് 2 റക്അത്ത് നിസ്കാരം.
8 വരെ ആകാം. 2 രൂപം അങ്ങനെ അവസാനിപ്പിച്ച് 8 വരെ ആകാം. അതിൽ ളുഹാ നമസ്കാരം എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ളുഹ്ർ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ളുഹ്ർ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ അസറിന്റെ മുമ്പേ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. കഴിയുന്ന ആളുകൾ നമസ്കരിക്കണം. അത് റവാത്തി നമസ്കാരത്തിൽ ഉൾപ്പെടുകയില്ല. അതേപോലെ തന്നെ അസർ നമസ്കാരത്തിന്റെ ശേഷം ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾ പോലെ വൈകുന്നേരങ്ങളിൽ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളും പ്രാർത്ഥനകളും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പതിവാക്കുക. നോമ്പ് തുറക്കുന്ന സമയം നമ്മുടെ നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ ഒരു 2-3 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന, ഹദീസുകളിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു സമയമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗം, നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു സമയമാണ് നോമ്പിന്റെ തൊട്ടു മുമ്പുള്ള ആ സമയത്ത് നമ്മൾ നന്നായി ഉപയോഗം. അതേപോലെ തന്നെ ഇശാ നമസ്കാരത്തിന്റെ സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ മഗ്രിബിന്റെ മഗ്രിബ് നിസ്കാരത്തിന്റെയും അതിന്റെ സുന്നത്തുകളും, രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാല് റമദാനിൽ മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലേക്ക് ശേഷം സുബ്ഹിന്റെ മുമ്പേ നമുക്ക് നിർവഹിക്കാൻ കഴിയും. റമദാനിൽ മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ രാത്രി നിന്ന് നമസ്കരിച്ചാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്നു. നമ്മൾ ഏതൊക്കെ ജോലി തിരക്കുള്ളവരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും തറാവീഹ് നമസ്കാരത്തിനും 5 വക്ത് നിസ്കാരത്തിനും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യം നമ്മൾ പള്ളിയിലേക്ക് എത്തണം. അതിൽ നമുക്കൊരു ബർക്കത്ത് ഉണ്ടാവും. നമ്മുടെ ഒരു കച്ചവടവും നമ്മുടെ ഒരു ബിസിനസ്സും അതിലൂടെ നമുക്ക് പൊളിഞ്ഞു പോകുകയില്ല. അതിൽ അള്ളാഹു നമുക്ക് ഏറ്റവും വലിയ ബർക്കത്ത് ഐശ്വര്യം നൽകും. അതേപോലെ തന്നെ നമ്മുടെ വിരിപ്പിലേക്ക് എത്തിയാൽ, ഒളു എടുത്തുകൊണ്ട് വിരിപ്പിലേക്ക് എത്തിയാൽ ചൊല്ലേണ്ട, കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകൾ, പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുക. ഈ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ട ഒരു മാസം കൂടിയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 പ്രതിഫലം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലം. അത് റമദാനിലാകുമ്പോൾ ഇരട്ടി പ്രതിഫലം. സ്വതക്കകൾ അധികരിപ്പിക്കുക, നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന സകാത്ത് നമ്മൾ കൊടുക്കുക, രോഗികളെ സന്ദർശിക്കുക. ഈ റമദാനിൽ ഏതൊക്കെ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. സ്വന്തം സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും, സലാം കൊടുക്കുന്നത് പോലും അതുവരെ നന്മയാണ്, സ്വതക്കയാണ് എന്നാണ്. അങ്ങനെ കിട്ടുന്ന നന്മകളൊക്കെ സ്വായത്തമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ നോമ്പിനെയും നമ്മുടെ മറ്റു ഇബാദത്തുകളെയും എല്ലാം അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹുവെ, അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين